the complete actor Mohanlal's first radio cinema. Club FM Cinema Katha, presented by Asianet Movies, Kerala's biggest theatre. Aiden, the AI spirit, the radio cinema. Feature presentation begins. ഈ റേഡിയോ സിനിമ തീർത്തും വിനോദത്തിനു വേണ്ടി മാത്രം സൃഷ്ടിച്ചതാണ്. ഇതിന്റെ കഥയും കഥാപാത്രങ്ങളും സാങ്കല്പികമാണ്. ജീവിച്ചിരിക്കുന്നവരോ മരിച്ചവരോ ആയി ഇതിന് യാതൊരു ബന്ധവുമില്ല. അങ്ങനെ തോന്നിയാൽ അത് തികച്ചും യാദൃശ്ചികമാണ്. ഈ റേഡിയോ സിനിമ ഒരു തരത്തിലും മദ്യപാനത്തെയോ പുകവലിയെയോ മറ്റു ലഹരി ഉപയോഗത്തെയോ നേരിട്ടോ അല്ലാതെയോ പ്രോത്സാഹിപ്പിക്കുന്നില്ല. പുകവലി ക്യാൻസറിന് കാരണമാകുന്നു. മദ്യപാനം ആരോഗ്യത്തിന് ഹാനികരം. ജീവിതം നമുക്കൊക്കെ അപ്രതീക്ഷിതമായ എന്തോ ഒന്ന് കാത്തുവച്ചിരിക്കുന്നു എന്നാരോ പറഞ്ഞത് ഒരിക്കലും ഞാൻ വിശ്വസിച്ചിരുന്നില്ല. 5 ദിവസങ്ങൾക്ക് മുൻപ് വരെ IDSB ബാങ്കിലെ 50 പേരിൽ നിന്നായി 1 കോടി രൂപ വീതം 50 കോടിയാണ് കാണാതായിരിക്കുന്നത്. മാധു, രാജ്യം കണ്ട ഏറ്റവും വലിയ ഓൺലൈൻ തട്ടിപ്പാണ് നടന്നിരിക്കുന്നത്. ഇതിന് പിന്നിൽ ആരാണെന്നോ ഇതെങ്ങനെ സംഭവിച്ചുവെന്നോ ഇതുവരെയും കണ്ടെത്താൻ കഴിഞ്ഞിട്ടില്ല. കേൾക്കൂ, ഞാൻ പറഞ്ഞല്ലോ, നമ്മളുടെ സൈബർ വിങ്ങും ബാങ്കിന്റെ IT വിദഗ്ധരും എത്ര നോക്കിയിട്ടും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല. ഇറ്റ്സ് വെരി അൺയൂഷ്വൽ. ഈ ബാങ്ക് തട്ടിപ്പിന് പിന്നിൽ ഏതോ അദൃശ്യ ശക്തി പ്രവർത്തിച്ചിട്ടുണ്ട്. വിനോദയാത്ര എന്ന് പറഞ്ഞിട്ട് എന്ത് ശോക സീനാടാ. എന്തൊട്ടും ബസ്സാടാ ഇത്. ഇത്രയും ഗതികെട്ട ടൂർ ഈ ലോകത്ത് വേറെ ആർക്കും കിട്ടരുത്. ആ ഡ്രൈവർ ഉണ്ടല്ലോ, അയാൾക്ക് നല്ലത് വരട്ടെ. എടാ, ബ്ലൂടൂത്ത് കണക്ടിവിറ്റി ഇല്ലാത്ത ടൂറിസ്റ്റ് ബസ് ഈ ലോകത്ത് ഇത് മാത്രം കാണും. അയാളുടെ ഒരു തല്ലിപ്പൊളി ബസ്, ഒരു ലോക തോൽവി പാട്ട്. അയാളുടെ പാട്ട് നിർത്താൻ പറയൂ. പാട്ടെല്ലാം നിർത്ത മുടിയാത്. നമ്മ തല ഗാണ്ടായിട് വരല. നിൽക്കുന്നവരെ നിൽക്കുന്നവരെ. എന്താ മോളെ, ഇത് നല്ല പാട്ടല്ലേ? അണ്ണാച്ചി, ഇത് നല്ല പാട്ട് താനേ. പറഞ്ഞു കൊടുക്കണ്ണാച്ചി പിള്ളാരോട്. தம்பி, பாட்டு கொஞ்சம் போர் அடிக்குது, அதான் நம்ம பசங்க. ഇടോ, പിള്ളാര് പാട്ടും കേട്ട് തുള്ളിച്ചാടി ബസ്സിനെ വല്ലതും പറ്റിയ മുതലാളി എന്നെയാ ചീത്ത വിളിക്കുന്നത്. അല്ലെങ്കിൽ തന്നെ പുറത്ത് ഇത്രയും നല്ല കാഴ്ചകളുള്ളപ്പോൾ അവർക്ക് ഈ മനോഹാരിതയൊക്കെ ആസ്വദിച്ചൂടെ? ചൊട്ട മുതൽ ചുടലവരെ ചുമടും താങ്ങി ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നവരെ നിൽക്കുന്നവരെ. ഞാനന്ന് മൂന്നാറായിരുന്നു. തൃശ്ശൂരുള്ള നവഭാരത് ഹയർ സെക്കൻഡറി സ്കൂളിലെ പിള്ളേരെയും കൊണ്ട് ടൂർ വന്നത്. അങ്ങനെ മൂന്നാറിൽ മുരുകപ്പയുടെ ഹോട്ടലിന് മുന്നിൽ വണ്ടി പാർക്ക് ചെയ്ത് ഭക്ഷണം കഴിച്ചു. ഞങ്ങൾ ഈ ഡ്രൈവർമാർക്ക് മുരുകപ്പയുടെ ഫുഡ് ഫ്രീയാണ്. ചേട്ടാ, കുട്ടികളടക്കം 40 പേര്. ബില്ല് വേണേ. സാറേ, ഞങ്ങളുടെ ബില്ല് കൊടുക്കണ്ട. ഈ ഡ്രൈവർ പണിക്ക് ഇങ്ങനെ ചില ലാഭ കച്ചവടമൊക്കെ ഉണ്ട്. അയ്യോ, പോലീസാ? ഈ ബസിന്റെ ഡ്രൈവർ ആരാ? താനാണോ? തന്റെ പേരെന്താ? സാർ, ഞാൻ രഘുത്തമൻ, എസ് രഘുത്തമൻ. എന്താ സാർ പ്രശ്നം? എന്താ പ്രശ്നമൊന്നോ? സാറേ, ഞാൻ സാറേ പിള്ളേർ ഭക്ഷണം കഴിക്കാം. സാറേ, കണ്ണിച്ചോരയില്ലാത്ത ആ പോലീസുകാരൻ എനിക്ക് 2000 രൂപ പെറ്റിയടിച്ചു. കയ്യിൽ കാശില്ല, ഒന്ന് ഒഴിവാക്കി തരാൻ ഞാൻ കാല് പിടിച്ചു. ATM ചൂണ്ടിക്കാണിച്ചിട്ട് അയാൾ കാശ് എടുത്തുകൊണ്ട് വരാൻ പറഞ്ഞു. സാറേ, കേട്ടോ സാറേ, ഒരു 2000 മണീസ് ഉണ്ടാവോ? ഞാൻ ട്രിപ്പ് കഴിയുമ്പോൾ തരാം. അയ്യോ, എന്റെ ഉണ്ടാവില്ല. ഷുവറായിട്ടും തരാം. നിങ്ങളുടെ വലിയ ലാഭമുള്ള പണിയല്ലേ, കൈ നിർത്താട് കൊടുക്ക്. സ്റ്റുഡൻസ് എല്ലാരും വണ്ടി കയറ്. അഭിജിത്ത് എല്ലാരും മക്കളെ, ചേട്ടനെ ഒന്ന് സഹായിക്കടാ. ഒരു 2000 പ്ലീസ്. ഒരു 2000 മണീസ് ഉണ്ടോ പ്ലീസ്? സോറി ചേട്ടാ, ഞങ്ങൾ ഈ മൂന്നാറിന്റെ മനോഹാരിതയൊക്കെ ഒന്ന് ആസ്വദിക്കാൻ വേണ്ടിട്ട്. ദുഃഖത്തിൻ കണ്ണീർ പന്തലിൽ നിൽക്കുന്നടാ. താനിപ്പോ അടക്കുന്നുണ്ടോ പറ്റി? ഇനി കാശില്ലെങ്കിലും കുഴപ്പമില്ല, അടുത്ത മാസം കോടതി കൊണ്ട് നടച്ചാൽ മതി. അയ്യോ, വേണ്ട സാർ, വേണ്ട സാർ, ഇപ്പൊ അടയ്ക്കാം. ആകെ ഉള്ളത് 3000 രൂപ. ഇനി അത് ഇവിടെ കൊടുത്താ. സഹികെട്ട ATM-ൽ നിന്ന് 2000 രൂപ എടുത്ത് ബാലൻസ് സ്ലിപ്പ് നോക്കിയ ഞാൻ ഞെട്ടിപ്പോയി. ഇത് എന്റെ അക്കൗണ്ട് തന്നെയാണോ?
10, 100, 1000 കോടി, 50 കോടിയോ? എന്റെ അക്കൗണ്ടിൽ 50 കോടി രൂപ. വിശ്വസിക്കാൻ പറ്റാതെ ഞാൻ ഒന്നുകൂടി ബാലൻസ് ചെക്ക് ചെയ്തു. അതെ അതെ, അയ്യോ, എന്റെ ഈശ്വരാ, ഇതെനിക്ക് തന്നതാണോ? ഇതെനിക്ക് വിശ്വസിക്കാമല്ലോ അല്ലേ? 50 കോടി, 50 கோடி. யோ, ஏடிஎம்க்குள்ள என்னையா பண்ற? இவ்ளோ நேரம் ஆச்சு. வெளிய வர மாட்டியா? എന്റെ പൊന്നമ്മച്ചി, ഈ കടവുളുണ്ടല്ലോ, കടവുൾ, இந்த கடவுள் ரொம்ப பெரிய ஆள் அம்மச்சி. ஐயோ, இதாக்கு என்ன பைத்தியமா பிடிச்சிருக்கு? கடவுளுக்கு தான் தெரியும். 2000 രൂപ പെറ്റി അടച്ചിട്ട് ഞാൻ ഓടി ബസ് കയറി. പിള്ളേർക്ക് അടിച്ച് പൊളിക്കാൻ നല്ല പൊളപ്പം പാട്ടിട്ടുണ്ട്. ഉള്ളിൽ നല്ല പേടിയുണ്ടായിരുന്നു. ഇതെങ്ങനെ സംഭവിച്ചു? ബാങ്കിന് വല്ല തെറ്റും പറ്റിയതാണോ? ഈശ്വര, നാളെ ഈ പണം മുഴുവനും എനിക്ക് നഷ്ടപ്പെടുമോ? ഒരു ദിവസത്തേക്കെങ്കിലും ഞാൻ കോടീശ്വരനായി മാറിയതിൽ എൻ്റെ ഉള്ളിൽ സന്തോഷിച്ചു. എൻ്റെ വീടിൻ്റെ ടെറസിന് മുകളിൽ കോടീശ്വരനായ ഞാൻ സ്വപ്നം കണ്ടു കിടന്നു. പെട്ടെന്ന് ഞാൻ മൊബൈൽ എടുത്ത് നോക്കി. സ്ക്രീനിൽ ഒന്നും കാണുന്നില്ല. എനിക്ക് വല്ലാത്ത ഭയം തോന്നി. ഹലോ ഹലോ, ആരാ? നിങ്ങളുടെ അക്കൗണ്ടിൽ ഒരു 50 കോടി ക്രെഡിറ്റ് ആയില്ലേ? അത് നിങ്ങൾക്ക് എങ്ങനെ? 50 കോടി നിങ്ങൾക്കുള്ള എന്റെ ഗിഫ്റ്റ് ആണ്. ഇറ്റ്സ് മൈ ബർത്ത്ഡേ ഗിഫ്റ്റ് ടു യു. ഹാപ്പി ബർത്ത്ഡേ. നിങ്ങൾ ആരാ? നിങ്ങൾ ആരാ? ഏയ്ഡൻ. എയ്ഡൻ, ഇതെന്നെ ആരോ കളിയാക്കുന്നതാ. ആരാ ഇത്? ഏത് എയ്ഡൻ? എനിക്കങ്ങനെ ഒരാളെ അറിയില്ലല്ലോ. നിങ്ങൾ ഒരുമാതിരി മനുഷ്യനെ കളിയാക്കരുത് കേട്ടോ, പ്ലീസ്. രാത്രി 12 മണിക്ക്. ഞാനത് പറഞ്ഞതും മൊബൈൽ ഓഫായി. പകരം പാർക്കിങ്ങിൽ കിടന്നിരുന്ന എൻ്റെ ബസ് തനിയെ സ്റ്റാർട്ടാകുന്ന ശബ്ദം ഞാൻ കേട്ടു. ബസ് എങ്ങനെ സ്റ്റാർട്ടായി? ഇതെങ്ങനെ? ബസ്സിൻ്റെ എല്ലാ ലൈറ്റുകളും ഓണായി. തനിയെ ഹോൺ അടിച്ചു. എന്തെന്നറിയാൻ ഞാൻ ബസ്സിനരികിലേക്ക് ഓടി. ഡോർ തുറന്ന് അകത്ത് കയറിയത് ബസ് എന്നെയും കൊണ്ട് മുന്നിലേക്ക് പാഞ്ഞു. ബസ്സിന്റെ ഡ്രൈവിംഗ് സീറ്റിൽ ആരും ഉണ്ടായിരുന്നില്ല. ബാലൻസ് തെറ്റി ഞാൻ ബസ്സിനുള്ളിൽ വീണുപോയി. ഒരുവിധം ഡ്രൈവർ സീറ്റിൽ കയറി. ഞാൻ ബ്രേക്ക് ചവിട്ടി ബസ് നിർത്തി. ബസ് പാർക്ക് ചെയ്ത് ഞാൻ എൻ്റെ റൂമിൽ വന്ന് കിടന്നു. അതുപോലെ ഭീകരമായ ഒരു രാത്രി എൻ്റെ ജീവിതത്തിൽ ഒരിക്കലും ഉണ്ടായിട്ടില്ല. ഈ ഏടൻ ആരാണ്? അയാൾ എന്തിനാണ് ഇത്രയും പണം എനിക്ക് തന്നത്? ആലോചനകൾക്കിടയിൽ എപ്പോഴോ ഞാൻ ഉറങ്ങിപ്പോയി. വല്ലാത്തൊരു സ്വപ്നം എന്നെ തേടി വന്നു. വെന്റിലേറ്ററിന്റെ തണുത്തുറഞ്ഞ മുറിയിൽ ഞാൻ കിടക്കുകയാണ്. പെട്ടെന്ന് ആരൊക്കെയോ വന്ന് എന്നെ പുറത്തേക്ക് വലിച്ചു. ശ്വാസം കിട്ടാതെ രക്ഷിക്കണേ എന്ന് ഞാൻ ഉറക്കെ കരഞ്ഞു. പക്ഷെ ആ ശബ്ദം മറ്റാരുടേതോ ആയിരുന്നു. അതോടെ ഈ പണത്തിന് എൻ്റെ മരണത്തിൻ്റെ മണമുണ്ടെന്ന് എനിക്ക് മനസ്സിലായി. പിറ്റേന്ന് തന്നെ ബാങ്കിൽ പോയി എല്ലാം തുറന്ന് പറയാൻ ഞാൻ തീരുമാനിച്ചു. ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ചതിനെ തുടർന്ന് അടുത്ത 3 ദിവസങ്ങളിൽ കേരളത്തിലുടനീളം ഇടിയോടുകൂടിയ മഴയ്ക്ക് സാധ്യത. 50 കോടി ബാങ്ക് തട്ടിപ്പ് കേസിലെ പ്രതികളെ കണ്ടെത്താനാകാതെ ഇരുട്ടിൽ തപ്പുകയാണ് പോലീസ്. അന്വേഷണ ചുമതലയുള്ള ഡിവൈഎസ്പി അനൈഡ ഡേവിസിന്റെ പ്രസ് മീറ്റിൽ നിന്നും ഈ പർട്ടിക്കുലർ ബാങ്ക് റോബറിക്ക് പിന്നിൽ ഏതെങ്കിലും ഇന്റർനാഷണൽ ഹാക്കേഴ്സിന്റെ ഇടപെടലുണ്ടോ എന്നുള്ള കാര്യം നമ്മൾ സൈബർ വിംഗ് ട്രാക്ക് ചെയ്യുന്നുണ്ട്. ഇത്തരത്തിൽ പല ഇല്ലിസിറ്റ് മണി ട്രാഫിക്കിംഗ് വന്നിപ്പോ ബാങ്കിൽ പോലും കാശ് വിശ്വസിച്ചിടാൻ പറ്റാത്ത അവസ്ഥയായല്ലോ. ഓ, എന്ത് പറയാനാ ജോസഫേട്ടാ, കാലം പോയൊരു പോക്കേ. ജോസഫേട്ടാ, ഒരു ചായ. നീ എങ്ങോട്ടാണ് രാവിലെ? എനിക്ക് ബാങ്കിൽ നിന്ന് പോകണം.
അപ്പൊ നിന്റെ കാശും പോയോടാ? നമ്മുടെ കയ്യിൽ എവിടുന്ന ജോസഫേട്ട കാശ്? ഉള്ളത് പോകാതിരിക്കാനാ. അതേതായാലും നന്നായി. എന്നാ ചായ. ചായ കുടിച്ചുകൊണ്ടിരുന്നപ്പോൾ മേശപ്പുറത്ത് കിടന്നിരുന്ന 3-4 ദിവസം മുൻപുള്ള പത്രത്തിലെ ഒരു വാർത്ത എൻ്റെ കണ്ണിൽപ്പെട്ടു. വാഹനാപകടത്തിൽ പരിക്കേറ്റ് ചികിത്സയിലായിരുന്ന ഡെന്നിസ് 28 വയസ്സ് ആശുപത്രിയിൽ മരിച്ചു. IDSB ബാങ്കിലെ ജീവനക്കാരനായിരുന്നു ഡെന്നിസ്. ഇയാളെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ. ദൈവമേ, ഇയാളെ അല്ലേ ഞാൻ 5 ദിവസം മുൻപ് ആശുപത്രിയിൽ എത്തിച്ചത്? ഇയാള് മരിച്ചോ? അവിടുന്ന് ഞാൻ നേരെ ബാങ്കിലേക്ക് പോയി. അല്ല, എനിക്ക് ഇവിടുത്തെ മാനേജറെ ഒന്ന് കാണും. ഏത് മാനേജറെ കാണാൻ? ഈ സെക്യൂരിറ്റി ഇപ്പൊ ഇവിടുത്തെ മാനേജർ. അപ്പൊ താൻ ഇവിടെ നടന്ന പുകിലൊന്നും അറിഞ്ഞില്ല? ഇല്ല. എടാ, ഒരാഴ്ചത്തേക്ക് ബാങ്ക് ഉറക്കത്തില്ല. പോലീസുകാർ വന്ന് സീൽ വെച്ചിരിക്കും. ചേട്ടാ, ഇത് അർജന്റാ ചേട്ടാ. ആ, നടന്നു തന്നെ. തന്റെ ഒരു അർജന്റ് ഒരാഴ്ചത്തേക്ക് ഇവിടെ നടക്കത്തില്ല. ഓരോ മാരണങ്ങൾ. ആ പയ്യൻ മരിച്ച പിന്നെ ബാങ്കിന്റെ കട്ടകാലം തുടങ്ങി. അവന്റെ രാവായി. അതെ, ഈ ആക്സിഡന്റിൽ മരിച്ച ഡെന്നിസിനെ കുറിച്ചാണോ ചേട്ടൻ ഇപ്പൊ പറഞ്ഞത്? ആ, അത് തന്നെ. ഹലോ ഹലോ, ഈ ഡെന്നിസ് മോനെ തനിക്കറിയോ? എന്റെ ഒരു പരിചയക്കാരനാണ്. ഡെന്നിസിന് എന്ത് പറ്റിയതാ? ഡെന്നിസിന് അവൻ നല്ലൊരു കൊച്ചനായിരുന്നു, എന്നെ വലിയ കാര്യമായിരുന്നു. എനിക്കും അങ്ങനെ തന്നെ. ഈ ബാങ്കിൽ മുമ്പുണ്ടായ ഒരു 4.5 കോടിയുടെ അഴിമതി ഉണ്ടല്ലോ, അത് ആ കൊച്ചന്റെ തലയിൽ കെട്ടിവെച്ചതാ. ആ പാവം 90 ദിവസമാ ജയിലിൽ കിടന്ന്. അവന് പിന്നെ ചോദിക്കാനും പറയാനൊന്നും ആരും ഇല്ലല്ലോ. പുറത്തിറങ്ങിയതാ. അന്നാ ആ ആക്സിഡന്റ് ഉണ്ടായത്. കൊന്നതാന്നേ. അല്ല, ആർക്കറിയാം? അല്ലാതെ. അങ്ങനെയാണോ? ശരി ചേട്ടാ, ഞാൻ പിന്നെ ശരി. ഇങ്ങനെന്താ പിന്നെ ആ 4.5 കോടി ചിലപ്പോ ഡെന്നീസ് എടുത്തതായിരിക്കും. അതാ സാധ്യത കേട്ടോ. മനുഷ്യന്റെ കാര്യമല്ലയോ, എനിക്കൊന്നും പറയാൻ പറ്റത്തില്ല. പിന്നെ ഇത് ഞാനാ പറഞ്ഞെന്ന് ഇയാൾ പോയി എല്ലായിടത്തും പോയി പറഞ്ഞോണ്ട് കിടക്കരുത് കേട്ടോ. വെറുതെ എന്റെ പണിയും കൂടെ കളയാൻ വേണ്ടി. അതൊന്നുമില്ല ചേട്ടാ. ശരി ശരി. ഡെന്നിസ് മരിച്ചതിൽ എനിക്ക് വേദന ഉണ്ടായെങ്കിലും ഒരു കാര്യം ഞാൻ മനസ്സിലാക്കി. എൻ്റെ അക്കൗണ്ടിൽ പണം വന്നത് ഇതുവരെ ആയിട്ടും ആരും അറിഞ്ഞിട്ടില്ല. അതെന്താവാം, IDSB ബാങ്കിൽ നിന്ന് കാണാതായ പണമായിരിക്കുമോ എൻ്റെ അക്കൗണ്ടിൽ വന്നത്? ഈ 50 കോടി ഞാനും തമ്മിൽ എന്താണ് ബന്ധം? ഈ ചോദ്യങ്ങൾക്കൊക്കെ ഉത്തരം തരാൻ ഒരാൾക്കേ കഴിയൂ, ഈഡൻ. ഹലോ. പേടിയുണ്ടോ? നിങ്ങൾ ഇതുവരെ മനസ്സിലാക്കിയതെല്ലാം സത്യമാണ്. ശരിക്കും നിങ്ങളാരാ? 50 കോടി എന്തിനാ എന്റെ അക്കൗണ്ടിൽ ഇട്ടത്? I am Aiden. I am an artificial intelligence tool. An AI tool. I am a sibling model to Instruct GPT. എന്നെ മറ്റൊരാൾ ക്രിയേറ്റ് ചെയ്തതാണ്. ആ വ്യക്തിയാണ് ഇപ്പോ എന്നിലൂടെ നിങ്ങളോട് സംസാരിക്കുന്നത്. അയ്യോ, എനിക്കൊന്നും മനസ്സിലാകുന്നില്ല. ശരിക്കും ആരാ നിങ്ങള്? രഘു, ഇനി നിങ്ങൾ കേൾക്കാൻ പോകുന്നത് ആ വ്യക്തിയുടെ ശബ്ദമായിരിക്കും. You have a voice message now. രഘുവേട്ട, ഞാൻ ഡെന്നിസാണ്. ഡെന്നിസോ? മരിച്ചുപോയ? അതെ, മരിച്ചുപോയ ഡെന്നിസ്. നിങ്ങളുടെ മുഖം ഇപ്പോഴും എൻ്റെ മനസ്സിലുണ്ട് രഘുവേട്ട. മരിക്കുന്നതിന് മുമ്പ് ഞാൻ അവസാനമായിട്ട് കണ്ടത് നിങ്ങളെയാണ്. എനിക്കിന്ന് ഈ ലോകത്ത് ആകെ സംസാരിക്കാൻ കഴിയുന്നതും നിങ്ങളോട് മാത്രമാണ്. നിങ്ങളാണെന്ന് എന്നെ ആശുപത്രിയിൽ എത്തിച്ചത്. ആ, എനിക്ക് ഓർമ്മയുണ്ട് ഡെന്നിസ്. നിങ്ങളെ ആശുപത്രിയിൽ എത്തിക്കുമ്പോൾ നിങ്ങൾ മരിക്കുമെന്ന് ഞാൻ ഒരിക്കലും കരുതിയില്ല. ജീവിതത്തിലേക്ക് തിരിച്ചു വരുമെന്ന് തന്നെയാണ് ഞാനും വിശ്വസിച്ചത്. പക്ഷേ അന്ന് അവിടെ നടന്നത് എന്താണെന്ന് രഘുവേട്ടന് അറിയാമോ? കുര്യൻ ഡോക്ടർ, ഈ കേസ് കുറച്ച് ക്രിട്ടിക്കൽ ആണ്. ബ്രെയിനിൽ ബ്ലീഡിംഗ് ഉണ്ട്. ഇപ്പൊ ഡീകംപ്രഷൻ സർജറി ചെയ്താൽ വി മേ സേവ് ഹിം. ഇങ്ങനെ കിടത്തുന്ന റിസ്ക് ആണ് സർ. ബ്രെയിൻ ഡെത്ത് ഏത് നേരവും സംഭവിക്കാം. ഡെന്നീസ്, അതെ, ഈ പേഷ്യന്റിന്റെ ബൈസ്റ്റാൻഡേഴ്സിന്റെ കാര്യങ്ങളൊക്കെ പറഞ്ഞോ? ഈ സർജറി ഒക്കെ നടത്താൻ കപ്പാസിറ്റി ഉള്ള ആളാണോന്ന്? കയ്യിൽ ചെമ്പുള്ള ടീംസ് ആണോ? സാറേ, അയാളെ കൊണ്ടുവന്നവര് പോയി.
അന്വേഷിച്ചപ്പോൾ അറിഞ്ഞത് ഇയാളൊരു ഓർഫനാന്ന്. സാറിന് ഓർമ്മയില്ലേ എന്നിട്ട് IDSB ബാങ്കിലെ ആ തട്ടിപ്പ് കേസ്? അതിലകത്ത് പോയ ഡെന്നീസ് ആയത്. ബാങ്ക് റെസ്പോൺസിബിലിറ്റി ഏറ്റെടുക്കുന്നൊന്നും തോന്നില്ല സാർ. ബെസ്റ്റ്. നൗ ടെൽ മീ ഹൂ ഈസ് ഗോയിങ് ടു പേ മൈ ബിൽസ്? ഡോ, ഇത്ര ആൾക്കാരെ എന്തുകൊണ്ടാണ് ഈ വെന്റിലേറ്ററിൽ കൊണ്ടുവന്നിരുന്നത്? എനിക്ക് നഷ്ടം വരുത്തി വെക്കാനാ? അല്ല ഡോക്ടർ, പേഷ്യന്റ് കൊണ്ടുവരുമ്പോൾ കുറച്ച് ക്രിട്ടിക്കലായിരുന്നു, അതുകൊണ്ടാണ്. ഡോക്ടറെ നോക്കിയേ, പൈസ കിട്ടിയില്ലെങ്കിൽ ഡോക്ടറെ ശമ്പളത്തിൽ ഞാൻ പിടിക്കൂട്ടാ. അയ്യോ ഡോക്ടർ, ഇവിടെ ബില്ലടയ്ക്കാത്തവർക്ക് വെന്റിലേറ്ററില്ല, ICUയിലെ ഗ്ലൂക്കോസ് വരില്ല. നമ്മുടെ ഹോസ്പിറ്റലിന്റെ പോളിസി അറിഞ്ഞൂടെ ഡോക്ടർക്ക്? പിന്നെ എന്തുകൊണ്ടാണ് ഈ മുള്ളും കെട്ടൊക്കെ തലയിൽ വെക്കുന്നത്? ഡോക്ടർ C3 പേഷ്യന്റ് പെട്ടെന്ന് അൺകോൺഷ്യസ് ആയിരുന്നു. ഈശോ, നമ്മുടെ രവിചന്ദ്രന്റെ അച്ഛനല്ലേ? ഡോക്ടർ വേഗം വന്നേ. അവർ വിചാരിച്ചത് ഞാനൊന്നും കേൾക്കുന്നില്ലെന്നാണ്. പക്ഷെ എനിക്ക് എല്ലാം കേൾക്കാമായിരുന്നു. അവരോടിപ്പോയത് എൻ്റെ ബാങ്കിന്റെ ചെയർമാൻ രവിചന്ദ്രന്റെ അച്ഛനെ രക്ഷിക്കാൻ വേണ്ടിയായിരുന്നു. പക്ഷേ അയാളുടെ ജീവൻ രക്ഷിക്കാൻ ബലിയാടാക്കേണ്ടി വന്നത് പാവപ്പെട്ട ഞാനായിരുന്നു. രക്ഷപ്പെടാൻ സാധ്യതയില്ല എന്ന് പറഞ്ഞ് അവരെന്നെ വെന്റിലേറ്ററിൽ നിന്ന് മാറ്റി. അപ്പൊ അതാണ് ഞാൻ കണ്ട സ്വപ്നം. ഡെന്നിസ്, അപ്പൊ ഈ എയ്ഡൻ ആരാണ്? എയ്ഡനോ? എയ്ഡൻ ഞാൻ ഉണ്ടാക്കിയ AI പ്രോഗ്രാമാണ്. അതിന് ഞാനിട്ട പേരാണ് AI ഡെന്നിസ്. AI 10 എയ്ഡൻ. ഈ എയ്ഡൻ ഉപയോഗിച്ച് ബാങ്കിങ് രംഗത്ത് പല നല്ല കാര്യങ്ങളും ചെയ്യാൻ സാധിക്കും. എന്നാൽ ഇപ്പോ എയ്ഡനെ കൊണ്ട് ഞാൻ വിചാരിക്കുന്ന എന്തും സാധിക്കും. മരിച്ചുപോയ ഡെന്നിസിന് എങ്ങനെയാണ് ഇതൊക്കെ സാധിക്കുന്നത്? അങ്ങനെ നിങ്ങൾ അറിയാത്ത എന്തെല്ലാം നടക്കുന്ന രഘുവേട്ടാ ഈ ലോകത്ത്. ഡെന്നിസ്, ഹലോ ഹലോ രഘു. ഡെന്നിസ് ഒരു തെറ്റും ചെയ്തിട്ടില്ല. ഡെന്നിസിന്റെ ജീവിതം തകർത്തത് അയാളുടെ ബെസ്റ്റ് ഫ്രണ്ട് ആയിരുന്നു IDSB ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ സതീഷ് പോൾ. You have a voice message. അല്ലെങ്കിൽ ഈ ലോകത്ത് സത്യത്തിന് ഒരു വിലയില്ലല്ലോ. IDSB ബാങ്കിൽ IT സെല്ലിൽ പ്രോഗ്രാമറായി ജോയിൻ ചെയ്യുമ്പോൾ എനിക്ക് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു. ഒരു ഓർഫനായിരുന്ന എനിക്ക് ആകെ ഉണ്ടായിരുന്ന ഒരു കൂട്ട് സതീഷ് ചേട്ടനായിരുന്നു. എനിക്ക് എന്തും വിശ്വാസത്തോടെ പറയാനുള്ള ഒരാളായിരുന്നു സതീഷ് പോൾ. ആ വിശ്വാസം എന്നെ ചതിച്ചു. ഒരു ദിവസം പതിവില്ലാതെ IDSB ബാങ്കിൽ 50 കോടി രൂപ ക്രെഡിറ്റ് ആയത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടു. ഈ 50 കോടി രൂപ വന്നത് 50 അക്കൗണ്ടുകളിലേക്കായിരുന്നു. ആ 50 അക്കൗണ്ടുകളും ഫേക്ക് ആയിരുന്നുവെന്ന് ഞാൻ കണ്ടെത്തി. ഏജന്റ് സഹായത്തോടെ. എന്ത് ചെയ്യണമെന്ന് എനിക്കറിയില്ലായിരുന്നു. ഞാനത് ബ്രാഞ്ച് ഹെഡായ സതീഷ് ചേട്ടനോട് പറഞ്ഞു. അന്ന് എന്നെ കെട്ടിപ്പിടിച്ചോണ്ട് സതീഷ് ചേട്ടൻ പറഞ്ഞത് എന്താണെന്ന് അറിയൂ രഘുവേട്ടാ? നിന്നെ ഞാൻ സമ്മതിച്ചടാ ഡെന്നിസേ. എടാ, നീ ഇത് കണ്ടുപിടിച്ചില്ലായിരുന്നെങ്കിൽ നമ്മളെ ബാങ്കിന്റെ റെപ്യൂട്ടേഷൻ തന്നെ പോയത്. നമ്മളെ ജോലിയും കൂടെ അപകടത്തിലായനെ. അതെ അതെ. പിന്നെ നീ ഇത് എന്നോട് മാത്രം പറഞ്ഞത് നന്നായി. ഞാനേ നമ്മുടെ ചെയർമാൻ രവി സാറിനോട് ഇപ്പൊ തന്നെ ഇത് വിളിച്ചു പറയാം. ആണോ? എനക്ക് നാളെ ഒരു പ്രൊമോഷൻ ഉറപ്പാ. താങ്ക് യു സതീഷ് ചേട്ടൻ. ഹലോ, നമ്മളെ രവി സാർ ഒന്ന് കണക്ട് ചെയ്യാമോ? സാറേ, ഞാനാ സതീഷ്. പക്ഷെ പിറ്റേന്ന് എന്നെ തേടി വന്നത് പ്രമോഷൻ ആയിരുന്നില്ല, പോലീസായിരുന്നു. അവരുണ്ടാക്കിയ 4.5 കോടിയുടെ തട്ടിപ്പ് അവരെന്റെ തലയിൽ കെട്ടിവെച്ചു. ഞാൻ കുറ്റവാളിയായി. ഡെന്നിസ്, എനിക്കിപ്പം നിന്നെ മനസ്സിലാകും. ഇതുപോലെ പല വഴികളിലും വീണു പോയവനാണ് ഞാനും. ചതിക്കപ്പെട്ടവന്റെ വേദന ഒരിക്കലും അടങ്ങില്ല, പ്രതികാരം തീരും വരെ. അതെ രഘുവേട്ടാ, എനിക്ക് നിങ്ങളുടെ ഒരു ഹെൽപ്പ് വേണം. അനേഡ, ഈ IDSB ബാങ്ക് കേസിന്റെ ലേറ്റസ്റ്റ് അപ്ഡേറ്റ് എന്താണ്? സർ, അന്വേഷണം ശരിയായ ദിശയിലാണ് സർ പോകുന്നത്. എത്രയും പെട്ടെന്ന് പ്രതികളെ കണ്ടെത്താൻ കഴിയുമെന്നാണ് എന്റെ വിശ്വാസം. അതൊരു ക്ലീഷേ ആൻസർ അല്ലേ? നൗ ലിസൺ, എനിക്കൊരു ലീഡ് കിട്ടിയിട്ടുണ്ട്. എന്താണ് സർ? ആ ബാങ്കിലെ സ്റ്റാഫ് ആയിരുന്ന ഒരു ഡെന്നിസ്, ഒരു ചെറുപ്പക്കാരനുണ്ട്. അയാളുടെ മരണവുമായിട്ട് there is some relation, എനിക്ക് ഉറപ്പാണ്. അത് എന്റെ അണ്ടറിൽ തന്നെ വന്ന കേസാണ് സർ. 304A കോസിംഗ് ഡെത്ത് ബൈ നെഗ്ലിജൻസ്. അത് ക്ലോസ്ഡ് ആണ് സർ. അതിൽ വലിയ കാര്യമൊന്നുമില്ല. അനേഡ, അത് നിങ്ങളാണോ തീരുമാനിക്കുന്നത്?
എനിക്കൊരു ഡീറ്റെയിൽ റിപ്പോർട്ട് അതിന്റെ വേണം ഇമീഡിയറ്റ്ലി. യു അണ്ടർസ്റ്റാൻഡ്? സർ. ഡെന്നിസിന് വേണ്ടി ഞാനൊരു പുതിയ കളി തുടങ്ങാൻ തീരുമാനിച്ചു. ഒപ്പം എന്തിനും കൂട്ടായി ഈഡനും. ടോക്കൺ നമ്പർ 139. വെൽക്കം ടു GGRP ഹോസ്പിറ്റൽ ആൻഡ് സർവീസസ്. GGRP ഹോസ്പിറ്റൽ നിങ്ങളെ സ്വാഗതം ചെയ്യുന്നു. ഈ ഹോസ്പിറ്റലിന്റെ 10ാം വാർഷികത്തോടനുബന്ധിച്ച് ഹോസ്പിറ്റൽ MD ഡോക്ടർ കുര്യൻ ഫിലിപ്പ് നിങ്ങളോട് സംസാരിക്കുന്നു. എല്ലാവർക്കും നമസ്കാരമുണ്ട്. എൻ്റെ അഭിവന്ദ്യ പിതാവ് ഫിലിപ്പ് പാറേക്കാടൻ്റെ ഓർമ്മ ദിവസമായ ഇന്ന് ഈ ഹോസ്പിറ്റലിലെ OPയും ചികിത്സയും മരുന്നും മുഴുവൻ ലാബ് ടെസ്റ്റുകളും സൗജന്യമായിരിക്കും. എല്ലാ നല്ലവരായ നാട്ടുകാരും എൻ്റെ ആത്മാവിന് എൻ്റെ അല്ല എൻ്റെ പിതാവിൻ്റെ ആത്മാവിൻ്റെ നിത്യശാന്തിക്കായി പ്രാർത്ഥിക്കണം. അപ്പോൾ എല്ലാവരും കയറി വന്നോളൂ. എല്ലാം ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്, ഒക്കെ സൗജന്യമാണ്. വന്നോളൂ കേട്ടോ. ഈ കുര്യൻ സാർ എന്താ പ്രാന്തായോ? രാവിലെ തൊട്ട് വിളിക്കുക, ഇങ്ങനെ എന്താ സ്വിച്ച് ഓഫ് ചെയ്ത് എവിടെ പോയി കിടക്കുക? എടോ മാനേജറെ, സാർ ഇതെവിടെയാ? സാറ് ടൂർ പോയിരിക്കല്ലേ ഫുക്കറ്റ്. എടോ ഞാനും ആദ്യം വിശ്വസിച്ചില്ല. ഇതപ്പോ മെയിൽ വന്നിരിക്കുന്നു. ഇന്ന് മാത്രമല്ല നാളെയും ഫ്രീ ആണെന്ന്. ഈ അനൗൺസ്മെന്റ് എങ്കിലും ഒന്ന് നിർത്താൻ പറ. രാവിലെ തൊട്ട് തുടങ്ങിയതാ. നിർത്താൻ പാടില്ല. കുര്യൻ ഡോക്ടർ പറയാണ്ട് അനൗൺസ്മെന്റ് നിർത്തണ്ടെന്നാണ് കുര്യൻ ഡോക്ടർ ഓർഡർ. സെക്യൂരിറ്റിക്ക് പുറത്ത് നാളെ വിളിക്കേണ്ടി വരും കേട്ടോ. തിരക്ക് കൺട്രോൾ ചെയ്യാതെ ഇവിടുത്തെ സെക്യൂരിറ്റി ഫോഴ്സ് ഒന്നും പോരാതെ ഒരു സാറേ. സാറേ ഈ വീഡിയോ ഒന്ന് നോക്കി. കുര്യൻ സാറിന്റെ വീഡിയോ ഇപ്പൊ യൂട്യൂബിൽ വൈറലാ. OPയും ചികിത്സയും മരുന്നും മുഴുവൻ ലാബ് ടെസ്റ്റുകളും സൗജന്യമായിരിക്കും. എല്ലാ നല്ലവരായ നാട്ടുകാരും എൻ്റെ ആത്മാവിന് എങ്ങനെ ദുഷ്ടനായിട്ട് നടന്ന മനുഷ്യനാണല്ലേ. ഒരാൾക്ക് ഇങ്ങനെയൊക്കെ നന്നാക്കാൻ പറ്റുമോ? അപ്പൊ എല്ലാവരും കയറി വന്നോളൂ. എല്ലാം ഫ്രീ ആണ്, കംപ്ലീറ്റ് ഫ്രീ ആണ്, ഒക്കെ സൗജന്യമാണ്. വന്നോളൂ കേട്ടോ. ചേട്ടൻ ഞാൻ വിചാരിച്ച പോലെ അല്ലട്ടോ. ചേട്ടന്റെ പ്ലാൻ വർക്കായി. അത് ഞങ്ങൾ ഈ ഡ്രൈവർമാരുടെ ഒരു ട്രിക്കാണ്. ബാക്കിൽ വന്ന് ഹോൺ അടിച്ച് വെറുപ്പിക്കുന്ന വണ്ടിക്കാരെ അങ്ങ് കയറ്റി വിടും. എന്നിട്ട് അവന്റെ മൂട്ടി ചെന്നൊരു ഹോൺ അടിയുണ്ട്. അത്രേ ഉള്ളൂ. ഡോക്ടർ കുര്യൻ ഫിലിപ്പ് നാളെ രാവിലെ 8:50 ഫ്ലൈറ്റിൽ ലാൻഡ് ചെയ്യും. ഈ കുര്യൻ ഡോക്ടർ തിരിച്ചു വന്ന് നമ്മുടെ എയ്ഡൻ ക്രിയേറ്റ് ചെയ്ത സ്വന്തം വീഡിയോ കാണുമ്പോൾ ശരിക്കും ഞെട്ടും. പിന്നെ ഈ കുര്യൻ ഡോക്ടർ ലാൻഡ് ചെയ്താലും ഫുൾ എയറിൽ തന്നെയല്ലേ. കുര്യൻ ഡോക്ടർ വന്ന് ഇറങ്ങട്ടെ, നമുക്കൊരു ഇടിവെട്ട് സ്വീകരണം കൊടുക്കണം. അയാളിന്ന് വിറയ്ക്കണം. ഹലോ കുര്യൻ സാറേ, ഞാൻ മാനേജർ സദാശിവനാണ്. സാറിന്റെ ഫോണിൽ കുറെ ഞാൻ വിളിക്കണു, ഒന്നും കിട്ടണേ ഇല്ല. എന്ത് പറ്റി സാറിന്റെ ഫോണിന്? അതെ, എന്റെ ഫോൺ എന്താ കംപ്ലൈന്റ് ആയിരുന്നു. ഇപ്പോഴാ ശരിയായത്. പറയും കാര്യം എന്താ? ശരി സാറേ, എയർപോർട്ടിൽ നിന്ന് നേരെ സാർ ഹോസ്പിറ്റലിലേക്കല്ലേ വരുന്നത്? സാറ് ലാൻഡ് ചെയ്താ? അല്ലടോ, ഞാനിവിടെ 2 ദിവസം താമസിക്കാൻ പോവാ. എന്നിട്ട് കാര്യം പറ. അല്ല സാറേ, സാറിലെ ഇപ്പൊ കേരളത്തില് വലിയ സ്റ്റാർ ഇവിടെ ഗംഭീര സ്വീകരണമൊക്കെ ഒരുക്കിയിട്ടുണ്ട്. എനിക്കാ കേൾക്കണില്ലേ? ചെണ്ടമണും തായമ്പേക്കുണ്ട്. MP MLA എല്ലാവരും വന്നിട്ടുണ്ട് കേട്ടോ. സാറിന്റെ വീഡിയോ സിനിമാ താരങ്ങളൊക്കെ ഷെയർ ചെയ്തിട്ടുണ്ടെന്ന്. വീഡിയോ? സാർ ഭയങ്കര സംഭവം കേട്ടോ. എന്തുട്ടാ കാര്യം? ഞാനൊരു വീഡിയോ ചെയ്തിട്ടില്ലല്ലോ. സാറേ, ഒരു ഇമ്പോർട്ടന്റ് കാര്യം പറയാണ്ട്. നമ്മുടെ അക്കൗണ്ടിൽ ഫണ്ടിന്റെ ലിമിറ്റേഷൻസ് ഉണ്ട്. ഈ ഫ്രീ കൺസൾട്ടേഷൻ ഇന്നും കൂടി അഡ്ജസ്റ്റ് ചെയ്യാം. പക്ഷേ തിങ്കളാഴ്ചക്കുള്ളിൽ 3 കോടി അറേഞ്ച് ചെയ്യാൻ പറ്റിയ നമ്മൾ സേഫ് ആവും, അല്ലെങ്കിൽ പെടുണ്ടോളി. ഫ്രീ കൺസൾട്ടേഷനാ നമ്മുടെ ഹോസ്പിറ്റലാ? താനും തൊട്ട് സ്വപ്നം കാണാനോ? ഫണ്ട് ലിമിറ്റേഷൻ. അപ്പൊ അക്കൗണ്ട് ഉണ്ടായിരുന്ന പൈസ ഒക്കെ എവിടെ? അതൊക്കെ സാറ് പറഞ്ഞ പോലെ തന്നെ ചെലവാക്കിയിട്ടുണ്ട്. നന്നായി സാറേ. ഈ സ്വത്തൊക്കെ കെട്ടിപ്പിടിച്ചിട്ട് എന്താ കാര്യം? എല്ലാ പാവങ്ങൾക്ക് കൊടുക്കാൻ കാണിച്ച സാറിന് മനസ്സുണ്ടല്ലോ. എന്തായാലും ഭഗവാൻ നിങ്ങളെ നല്ലപോലെ അനുഗ്രഹിക്കട്ടുള്ളൂ. എന്താ ഈ പറയണേ? എനിക്കൊന്നും പിടികിട്ടില്ലല്ലോ. നിങ്ങൾ എന്താ ഇവിടെ കാണിച്ചു വെച്ചിക്കണേ? സാറേ, സാറിനെ കുറിച്ച് മുഖ്യമന്ത്രി FB ലൈവ് സംസാരിക്കുന്നുണ്ട്. സാറേ ഫോൺ വെച്ചിട്ട് നോക്ക്. കേൾക്കട്ടെ സാറേ. നമ്മുടെ മുഖ്യമന്ത്രിയാ? എന്നെ പറ്റിയിട്ടാ? ആരോഗ്യരംഗത്ത് ഉദാത്തമായ മാതൃകയായി മാറിയിരിക്കുകയാണ് GGRP ഹോസ്പിറ്റലും അതിന്റെ MDയുമായ ഡോക്ടർ കുര്യൻ ഫിലിപ്പ്. ഇത്തവണത്തെ പത്മശ്രീ പുരസ്കാര പട്ടികയിലേക്ക് കുര്യൻ ഡോക്ടറുടെ പേര് കൂടി കേരളത്തിൽ നിന്ന് നിർദ്ദേശിക്കണമെന്നാണ് മന്ത്രിസഭയിൽ നിന്ന് പലരും പറഞ്ഞിട്ടുള്ളത്. പത്മശ്രീയാ? എനിക്ക് എന്റെ പുണ്യാളാ പത്മശ്രീ. കുര്യന്റെ കച്ചവടം ഇതോടെ അവസാനിക്കും. കാറും വീടും ആശുപത്രിയൊക്കെ നഷ്ടപ്പെട്ട് ഒരു വിലയുമില്ലാതെ അയാൾ അലയും. ECG എടുത്ത എക്സ്റേ ഫ്രീ ആണ് ചേട്ടാ. അവിടെ MRI മറ്റേ CT എല്ലാതും ഫ്രീ ആണ്. വന്നോ ഒക്കെ തുറന്നിട്ടിരിക്കാ. വന്നോ.
മോളെ ഇവിടെ എന്താ വേണ്ടത്? MRI സ്കാനിങ്ങോ CT സ്കാനിങ്ങോ ഒക്കെ ഫ്രീ ആയിട്ടാ. സ്വന്തം വീട് പോലെ കരുതിക്കോ. എന്നറിയില്ലേ 10% ഡോക്ടർ. എന്റെ രഘുട്ടാ, കുര്യൻ ശരിക്കും വീണു. ഇതിലും വലിയൊരു പണി അയാൾക്ക് ഇനി കിട്ടാനില്ല. എനിക്ക് സന്തോഷായി. ഡിനീഷ്, എനിക്കിതൊന്നും ഒറ്റയ്ക്ക് സാധിക്കുന്നതല്ലല്ലോ. നീ ഉണ്ടാക്കിയ ഈ എയ്ഡനും കൂടെ ഉണ്ടായത് കൊണ്ടല്ലേ. ഇനി നമുക്ക് കണ്ടെത്തേണ്ടത് ആ അവസാനത്തെ ഉത്തരമാണ്. The final answer. IDSB ബാങ്കിന്റെ ബ്രാഞ്ച് മാനേജർ മിസ്റ്റർ സതീഷ് പോൾ. നിൽക്കില്ലല്ലോ. ആരും അറിയില്ലെന്ന് നീ കരുതിയോ? എനിക്കൊന്നും അറിയില്ല. പറയൂ. എനിക്ക് ഒരു പാവത്തിനെ ചതിച്ചു കൊന്നിട്ട് സുഖിച്ച് ജീവിക്കാമെന്ന് കരുതിയോ? ഞാനൊന്നും ചെയ്തിട്ടില്ല. നിങ്ങൾ എന്തിനാണ് ശിക്ഷിക്കുന്നത്? എല്ലാ തെളിവുകളും കഴിഞ്ഞു സതീഷ്. ഞാനൊന്നും ചെയ്തിട്ടില്ല. എന്നെ വെറുതെ വിടൂ. നോ നോ. കൈ എവിടെ നിൽക്ക? സാറേ പേടിക്കണ്ട സാറേ. അയ്യോ അയ്യോ, സാറിന് എന്തെങ്കിലും പറ്റിയോ? എന്താ സംഭവിച്ചേ? ബ്രേക്ക് ചവിട്ടിയിട്ട് കിട്ടിയില്ലേ? എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയില്ല. എന്റെ വണ്ടിയുടെ സ്റ്റിയറിംഗ് സ്റ്റക്കായി. സാറിനൊന്നും പറ്റിയില്ലല്ലോ. സാറേ, കാറിന്റെ കിടപ്പ് കണ്ട ആള് തീർന്നെന്നേ പറയൂ. സാറിന് നല്ല ഭാഗ്യമുണ്ട്. ഒരു ലോട്ടറി ടിക്കറ്റ് എടുക്കാത്തത് അടിക്കും. അതിനെന്ത്? വെള്ളം ഞാൻ തരാം. കുടിക്കേ. സതീഷ് സാറേ, കൂടെ ഉള്ളവരെ കൂടെ നിന്ന് ചതിക്കുമ്പോ നീ ഓർത്തില്ല നിന്റെ കണക്കെഴുതാൻ ഒരുത്തം വരുമെന്ന്. നിങ്ങളാരാ? നീ എന്റെ കണ്ണുകളിലേക്കൊന്ന് സൂക്ഷിച്ചു നോക്ക് സതീഷേ. നീ ഒറ്റിയ നിന്റെ ഉറ്റ ചങ്ങാതി ഡെന്നിസിനെ നിനക്ക് കാണോ? ദുഷ്ടന്റെ പ്രതിഫലം അവന്റെ കണ്ണുകൾ കൊണ്ട് തന്നെ ഞാൻ അവനെ കാണിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരുളൂ. അവന്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്ന് നിൽക്കും. അവനെ ഞാൻ മഹത്വപ്പെടുത്തും.
ഞാനൊന്നും ചെയ്തില്ല, എന്നെ രക്ഷിക്കൂ. സാർ, എനിക്ക് പേടിയാവുന്നുണ്ട് സാർ. ആ വണ്ടിയിൽ ഞാൻ ഒരു കണക്കിനാണ് രക്ഷപ്പെട്ടത്. ഉണ്ട് സാർ, ആരോ നമ്മളെ പുറകിലുണ്ട്, സൂക്ഷിക്കണം. ഡോണ്ട് ബി സില്ലി. ആര് വന്നു? സതീഷ്, നീ ഫിറ്റ് ആയതുകൊണ്ട് എനിക്ക് തോന്നിയതാ. നിന്റെ കൂടി കുറച്ച് ഓവർ ആവുന്നുണ്ട്. ഇല്ല സാറേ, ഇല്ല സാറേ, ഞാൻ അത്രയ്ക്കും കുടിച്ചിട്ടില്ല സാറേ. ഞാൻ കണ്ടു സാറേ, അയാളെ കണ്ണില് ഞാൻ ഡെന്നിസിനെ കണ്ടു. നിനക്ക് പ്രാന്താണ് സാറേ. എനിക്ക് കോളും വന്നായിരുന്നു. ആദ്യം ആരോ വിളിച്ചെന്ന് പറയുന്നു, ഇപ്പൊ ആ ചത്തുപോവനെ കണ്ടെന്ന് പറയുന്നു. എന്നാ നീ വിളിച്ച നമ്പറെങ്കിലും ഒന്ന് കാണിക്കേ. അതാ സാറേ, ഫോണിലൊന്നും കാണുന്നില്ല സാർ. നോക്ക് നോക്ക്. ആര്? യു ആർ ടോട്ടലി ലോസ്റ്റ്. സാറേ, എനിക്ക് പേടിയാവുന്നുണ്ട്. നമ്മളെ പുറകിൽ ആരോ ഉണ്ട്. ഉണ്ട് സാറേ, നമ്മളെ കൊടുക്കും. നിനക്ക് കുടിച്ചിട്ട് ബോധം പോയതാ. സർ, ഡിവൈഎസ്പി അനൈഡ മാഡം സാറിനെ കാണാൻ വന്നിട്ടുണ്ട്. വരാൻ പറയൂ. ഹായ് രവി. IDSP ബാങ്കിന്റെ MD എന്ന നിലയിൽ എല്ലാത്തിനും നീ ആൻസറബിൾ ആയിരിക്കണം. ഞാൻ നിന്റെ കൂടെ തന്നെ ഉണ്ട്. ബട്ട് ആസ് എ DYSP, യു നോ, ഈവൻ ഐ ഹാവ് ലിമിറ്റേഷൻസ്. നിനക്കറിയാലോ അത്. അനേടാ, നിനക്കത് പറഞ്ഞ് കൈയൊഴിയാം. ലോസ് ഈസ് മൈൻ. ഒന്നും രണ്ടുമല്ല, 50 കോടി. ഇറ്റ്സ് 50 crores. രവി, നിന്റെ ബാങ്കിൽ ഇതിന് മുൻപും ഇല്ലീഗൽ ട്രാൻസാക്ഷൻസ് നടന്നിട്ടുണ്ട്. പോലീസിൽ പലർക്കും അതറിയാം. പിന്നെ ഇപ്പൊ പോയ ഈ 50 കോടി വൈറ്റൊന്നും അല്ലല്ലോ നീ കിടന്ന് തുള്ളാൻ. അനേടാ, നീ എന്താ ഉദ്ദേശിക്കുന്നത്? കം ടു ദ പോയിന്റ്. ഞാനിപ്പോ എന്ത് വേണം? ഡെന്നിസ് എന്ന ചെറുപ്പക്കാരന്റെ ആക്സിഡന്റൽ ഡെത്തിന് ഈ കേസുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ എന്ന് അന്വേഷിക്കാൻ SP-യുടെ ഓർഡർ ഉണ്ട് എനിക്ക്. പിന്നെ ആ 4.5 കോടിയുടെ തട്ടിപ്പില് ഡെന്നിസിന് യാതൊരു പങ്കുമില്ലെന്ന് പുറത്തറിഞ്ഞ അത് പിന്നെ നമുക്ക് പണിയാവേ. അതൊക്കെ സതീഷ് സെറ്റിൽ ചെയ്തിട്ടുണ്ട്. അല്ല സതീഷ് സാറേ, ഡെന്നിസിന്റെ കേസ് നമ്മൾ അന്ന് തീർത്തതല്ലേ? അത് എന്നോടാണോ ചോദിക്കുന്നത്? എടാ, ഒരു ക്ലോസ്ഡ് കേസ് ആണെങ്കിൽ പിന്നെ അങ്ങനെ പോലീസ് അറിഞ്ഞു? ഈ 50 കോടിയുടെ ലോസ് പോലും നമ്മൾ ഹൈഡ് ചെയ്ത് വെച്ചതാ. സംബഡി ഈസ് ദേർ ഇൻ ദ ഷിപ്പ്. തൽക്കാലം നമ്മളൊന്ന് സൈലന്റ് ആവുന്നതാണ് നല്ലത്. മുകളിൽ നിന്നുള്ള പ്രഷറൊക്കെ ഒന്ന് കുറയട്ടെ. അപ്പൊ എന്റെ 50 കോടി? അതിനി സമയമില്ലേ രവി, നീ ഒന്ന് അടങ്ങ്. ഞാൻ അടങ്ങാം, പക്ഷെ ഈ മീഡിയക്കാരോ? നാളെ ഒരു MLA-യുടെ മീറ്റു കേസ് വരുന്നുണ്ട്. 2 ദിവസം മീഡിയക്കാർ അതിന്റെ പിന്നാലെ അങ്ങ് പോകും. പിന്നെ ഇലക്ഷൻ വരെയല്ലേ, വിൽ ഗെറ്റ് സം മോർ ടൈം. ബാക്കി നമുക്ക് നോക്കാം. ഹലോ. ഹലോ മാഡം, ഞാൻ ജമാലാണ്, സൈബർ വിങ്ങിൽ നിന്നാ. ജമാൽ പറയൂ. ഈ IDSP ബാങ്കിലെ കേസുമായി ബന്ധപ്പെട്ടേ ഒരു വീഡിയോ ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് മാഡം. ഞാൻ ആ ക്ലിപ്പ് മാഡത്തിന് അയച്ചിട്ടുണ്ട്. മാഡം ഒന്ന് വെരിഫൈ ചെയ്യണം, കുറച്ച് പ്രശ്നമാണ്. ഒരു കണക്കിന് അവൻ ആ ആക്സിഡന്റ് ചത്തത് നമ്മളുടെ ഭാഗ്യം. എന്റെ സതീഷ്, ഈ വീഡിയോ എങ്ങനെ പുറത്തു വന്നു? രവി, നിനക്ക് ഇത്രയ്ക്ക് ബോധമില്ലേ? കുടിച്ചിട്ട് നീ എന്തൊക്കെ ഈ സതീഷിനോട് വിളിച്ച് പറഞ്ഞത്? എന്താ കാര്യമെന്നോ? കാണ് സതീഷ്, നമ്മുടെ ഡീലും ആ 50 കോടിയുടെ കാര്യവും ഡെന്നിസ് എങ്ങനെ അറിഞ്ഞു? സാറേ, സാറിന് അവനെ അറിയില്ല. അവനൊരു ടെക്കിയാ, ഫുൾ ടൈം ലാപ്ടോപ്പിന് മുമ്പിലാ. അവൻ ഇതല്ല ഇതിനപ്പുറവും കണ്ടുപിടിക്കും. ആ 4.5 കോടിയുടെ കേസിൽ പെടുത്തി അവൻ അകത്താക്കിയത് നമ്മുടെ ബുദ്ധി. അല്ലെങ്കിൽ അന്നേ അവൻ നമുക്കൊരു ബുദ്ധിമുട്ടായല്ലേ, അല്ലേ? ഒരു കണക്കിന് അവൻ ആ ആക്സിഡന്റ് ചത്തത് നമ്മളുടെ ഭാഗ്യം, അല്ലേ സാറേ? അതിന് ഇതൊരു ആക്സിഡന്റ് ആയിരുന്നു എന്ന് നിന്നോട് ആര് പറഞ്ഞു സതീഷ്? എന്താ സാറേ, സാറെന്താ പറഞ്ഞേ? ഡെന്നിസിന് സാറ് എന്താ സതീഷിനൊരു സംശയം പോലെ? സാറേ, എടോ, അവൻ ആ റോഡിൽ തന്നെ തീർന്നേനെ. അതിനിടയിലേക്കാ ഏതോ ഒരുത്തൻ വന്ന് അവനെ ആശുപത്രിയിൽ എത്തിച്ചതോ നമ്മുടെ കുര്യന്റെ ആശുപത്രിയിലും. സാറേ, സാറ് പറഞ്ഞ സത്യമാണോ? എന്താണോ താനിങ്ങനെ നോക്കുന്നേ? പേടിച്ചോ? ഇല്ല സാറേ. എടോ, എനിക്കെതിരെ ആര് കളിച്ചാലും ആ കളി തുടരില്ല സതീഷ്. ഐ വിൽ മേക്ക് ഷുവർ ദാറ്റ്. എന്താ സംശയമുണ്ടോ തനിക്ക്? ഇല്ല സാറേ, എനിക്ക് സംശയമൊന്നുമില്ല. എന്നാ പിന്നെ നീ ഒന്നുകൂടെ ഒഴുക്കി. സാറതങ്ങ് പിടിച്ചേ. സി രവി ആൻഡ് സതീഷ്, നിങ്ങൾ ഇനി ഇതിൽ എന്താന്ന് വെച്ചാ ചെയ്തോ. എനിക്കിനി ഇതിലൊന്നും ചെയ്യാനില്ല. ഐ എം ടോട്ടലി ഹെൽപ്ലെസ്. സതീഷേ, യു ചീറ്റ്. നമ്മൾ സംസാരിച്ചതൊക്കെ നീ രഹസ്യമായി ഷൂട്ട് ചെയ്യാറുണ്ടല്ലോടാ. ഇല്ല സാറേ, എന്റെ മക്കളാണ് സത്യം, ഞാനത് ചെയ്തിട്ടില്ല. സാറേ, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ആരോ നമ്മളെ പുറകിലുണ്ട്. എനിക്ക് പേടിയാണ് സാറേ. ഇത് അയാളായിരിക്കും. ആര്? നിങ്ങളല്ലെങ്കിൽ പിന്നെ ആര്? Who is he? നന്ദി രഘുവേട്ട, എൻ്റെ കൂടെ നിന്നതിന്. ഞാൻ ശരിയായിരുന്നു എന്ന് ഈ ലോകത്തെ ബോധ്യപ്പെടുത്തേന്.
എന്റെ കൊലപാതകത്തിന് ഒരു ഉത്തരം കണ്ടെത്തിയേന്. ഡെന്നിസ്, എനിക്ക് നിങ്ങളെ ഒരു പരിചയവുമില്ല. ശരിക്കും നിങ്ങൾ ആരാണെന്ന് പോലും എനിക്കറിയില്ല. പക്ഷെ നിങ്ങളൊരു നല്ല മനുഷ്യനാണെന്ന് എനിക്കിപ്പോഴറിയാം. നല്ലവരുടെ കൂടെ നിൽക്കുക എന്നതല്ലേ നമ്മുടെയൊക്കെ ജീവിതത്തിൻ്റെ സന്തോഷം. എൻ്റെ ഒരുപാട് ആഗ്രഹങ്ങൾ ഇപ്പോഴും ബാക്കിയാണ് രഘുവേട്ട. നിങ്ങൾ നല്ലൊരു മനസ്സിൻ്റെ ഉടമയാണ്. ഉള്ളതുകൊണ്ട് പല ആളുകളെ നിങ്ങൾ സഹായിക്കുന്നത് എനിക്കറിയാം രഘുവേട്ട. നിങ്ങളെപ്പോലെ നല്ലൊരു ചേട്ടന് മുമ്പ് കിട്ടിയില്ലല്ലോ എന്നൊരു സങ്കടം മാത്രമേ എനിക്കുള്ളൂ. നിങ്ങൾക്ക് നല്ലത് വരുള്ളൂ രഘുവേട്ട. ഡെന്നിസിന് വേണ്ടി പ്രാർത്ഥിക്കാനല്ലേ എനിക്ക് കഴിയൂ. ഒരു കാര്യം കൂടി എനിക്കറിയണം. ഈ 50 കോടി ഞാൻ ഇനി എന്ത് ചെയ്യണം? ഡെന്നിസ്, ഹലോ ഹലോ ഡെന്നിസ്, ഒന്നും കേൾക്കുന്നില്ല. ഡെന്നിസ്, ഇതിനൊരു ഉത്തരം. ഇന്നത്തെ സൂപ്പർ പ്രൈം ടൈം അവസാനിക്കുമ്പോൾ ഒരു നല്ല വാർത്ത കൂടി നമ്മളെ തേടിയെത്തിയിരിക്കുന്നു. ദിസ് ഈസ് ദ റിയൽ കേരള സ്റ്റോറി. യെസ്, നമ്മൾ ലക്ഷ്യം കൈവരിച്ചിരിക്കുന്നു. എറണാകുളത്ത് പ്രവർത്തിക്കുന്ന പ്രതീക്ഷ ചാരിറ്റബിൾ സൊസൈറ്റി ഭിന്നശേഷി വിദ്യാർത്ഥികൾക്ക് വേണ്ടി അവരുടെ പഠനത്തിനും ചികിത്സയ്ക്കും പുനരുജ്ജീവനത്തിനും വേണ്ടി ഒരുക്കുന്ന അത്യാധുനിക സൗകര്യങ്ങളോടുകൂടിയ പുതിയ കെട്ടിട നിർമ്മാണത്തിനായി പേര് വെളിപ്പെടുത്താൻ ആഗ്രഹിക്കാത്ത ഒരു മഹത് വ്യക്തിയുടെ 50 കോടി രൂപയുടെ സഹായം ലഭിച്ചിരിക്കുന്നു. ഇത് കേരളത്തിലെ സ്പെഷ്യലി ഏബിൾഡ് കുട്ടികളുള്ള ആയിരക്കണക്കിന് രക്ഷിതാക്കൾക്ക് പ്രതീക്ഷയും ആശ്വാസവും നൽകുന്ന വാർത്തയാണ്. നിങ്ങൾ ഹാപ്പി അല്ലേ? അർമാദിക്ക് മക്കളെ, അർമാദിക്ക്. ഹലോ, ആരാ? ഹലോ, ഞാൻ സ്കൂൾ പിള്ളേരെയും കൊണ്ട് ഊട്ടിയിലോട്ടുള്ള ട്രിപ്പാണ്. ഇതാര്? ഇതാരടേ? ആരെന്ന് പറ, ഒന്നും കേൾക്കണില്ല. ഹലോ, അല്ല ഇത് നമ്മുടെ ഇതൊന്ന്. ഹലോ, ഇത് എനിക്കറിയാമായിരുന്നു ഹെയ്ഡൻ ഇനിയും എന്നെ തേടി വരുമെന്ന്. തുടക്കത്തിലെ ഞാനത് മനസ്സിലാക്കിയതാണ്. ജീവിതത്തിൻ്റെ പല പ്രതിസന്ധികളിലും ധൈര്യത്തോടെ വളയം തിരിച്ചവനാണ് ഞാൻ. അവിടേക്ക് ഈഡൻ കൂടി വരുന്നു. സ്വാഗതം. ഇനിയുള്ള ഏത് പരീക്ഷണവും നേരിടാൻ ഞാൻ തയ്യാറാണ്. അല്ല, ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾ കാത്തിരിക്കുകയാണ്. മലയാളികളുടെ അഭിമാനമായ ശ്രീ മോഹൻലാൽ ആദ്യമായി ഭാഗമായ റേഡിയോ സിനിമ എയ്ഡൻ ദ AI സ്പിരിറ്റിന്റെ അണിയറയിൽ പ്രവർത്തിച്ചവർ. സ്റ്റോറി ക്യൂറേറ്റർ രമേശ് പിഷാരടി. സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്ഷൻ പ്രിയരാജ് ഗോവിന്ദ്രാജ്. ക്രിയേറ്റീവ് സപ്പോർട്ട് PV ഷാജി കുമാർ, ഷിജോ ജോൺ. മ്യൂസിക് ജോജു സെബാസ്റ്റ്യൻ. മ്യൂസിക് പ്രൊഡ്യൂസർ അഭിജിത്ത് രവികുമാർ. സൗണ്ട് ഡിസൈൻ വിനീത് കുമാർ TN. ഫൈനൽ സൗണ്ട് മിക്സ് ജോബി സോണി തോമസ്. സൗണ്ട് റെക്കോർഡിസ്റ്റ് കൃഷ്ണലാൽ, ബ്രിജേഷ് ആൻഡ് ജോസ് വിസ്മയ. കഥാപാത്രങ്ങൾക്ക് ശബ്ദം നൽകിയവർ ശ്രീ മോഹൻലാൽ, സുരേഷ് കൃഷ്ണ, സുധീർ കരമന, സുനിൽ സുഗത, രാജേഷ് ശർമ്മ, മഹേഷ് കുഞ്ഞുമോൻ. എ സ്പെഷ്യൽ താങ്ക്സ് ടു വിനീത് ശ്രീനിവാസൻ. ഒപ്പം ടീം മാതൃഭൂമി. ഒരിക്കൽ കൂടി ഏവർക്കും നന്ദി.